സ്വാഗതം. നമ്മൾ ചെറിയൊരു ടൂർ പരിപാടിക്ക് പോവാണ്. ഞങ്ങൾ രണ്ട് കുടുംബങ്ങളാണ്, മൂന്ന് കുടുംബങ്ങൾ, മൂന്ന് ഫാമിലി. അപ്പോൾ ടൂർ വിശേഷങ്ങളുമായി നമുക്ക് പിന്നീട് കാണാം. ത്രിവേണി സംഗമം, ഇതാണ് ത്രിവേണി സംഗമം. ഭാഗമണ്ഡല എന്ന സ്ഥലത്താണ് ഈ ത്രിവേണി സംഗമം. കാവേരിയുടെ രണ്ട് പോഷക നദികളായ കന്യകെ, സുജ്യോതി എന്നീ നദികൾ ചേർന്നതാണ് ത്രിവേണി സംഗമം. ഭാഗമണ്ഡല എന്ന സ്ഥലം കൂർഗ് ജില്ലയിൽപ്പെട്ടതാണ്. അവിടെയാണ് ഈ ത്രിവേണി സംഗമം. അതിൻ്റെ മുൻവശത്താണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ് ഇവിടെ. നല്ല കാലാവസ്ഥ. ത്രിവേണി സംഗമത്തിലെ ഗാർഡനാണ് നമ്മൾ ഈ കാണുന്നത്. ഫ്ലിപ്പാവില്ല കേട്ടോ, ശ്രദ്ധിക്കൂ. ഇങ്ങോട്ട് നോക്കാം, നമ്മുടെ വീഡിയോ ശ്രദ്ധിക്കും. തണുപ്പ് ഞങ്ങളിനി ഇവിടുന്ന് തത്കാവരി ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. ഞങ്ങളുടെ പ്ലാനിൽ നേരത്തെ ഇല്ലാത്തതാണ്. ഇവിടുന്ന് 8 കിലോമീറ്റർ ദൂരമാണ് തത്കാവരി. ത്രിവേണി സംഗമത്തിൽ നിന്ന് ഞങ്ങൾ തത്കാവരിയിലേക്ക് പോവുകയാണ്. നിങ്ങളുണ്ടല്ലോ. ഇപ്പോൾ തൽക്കാവേരി ക്ഷേത്രത്തിലാണ്. ത്രിവേണി സംഗമത്തിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രം. ഈ ഉണ്ടിക്കുള്ള QR കോഡാണ്. നമ്മൾ ഇതിലാണ് ഇവിടെ സ്കാൻ ചെയ്ത് നിക്ഷേപിക്കുക. സ്കാൻ ചെയ്ത് നമുക്ക് എന്തെങ്കിലും നിക്ഷേപം കാശ് കൊടുക്കാമെങ്കിൽ കൊടുക്കാം. ഈ ഉണ്ടി അതെടുത്താ തക്കാവി ക്ഷേത്രത്തിലെ കുളമാണിത് ഈ കാണുന്നത്. ഇവിടെ ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ കാണാം. ഇവിടെ ഒരു ശിവലിംഗങ്ങളാണ്. ഇതിന്റെ അകത്ത് കുറച്ച് ആഴത്തില് ഇവിടെ ആൾക്കാർ അതിന് കാശ് എറിയാണ്. ആ കാശ് സെൻട്രൽ അതിൽ തന്നെ ശിവലിംഗത്തിൽ തന്നെ വീഴണമെന്നാണ് ചില്ലറ കാശില്ല. അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല.
ക്ഷേത്രത്തിലെ ശിവലിംഗ പ്രതിഷ്ഠയാണ് കാണുന്നത്. ഇത് ഈ കാണുന്നത് ഗണപതി പ്രതിഷ്ഠയാണ് ഇവിടെ. വളരെ രസകരമായ ഒരു സീനാണ് ഇവിടെ ഈ അമ്പലത്തിൽ കാണുന്നത്. നല്ലൊരു അട്രാക്ഷനാണ് ഈ തക്കാവേരി ടെമ്പിളിലുള്ളത്. ഇതാണ് തക്കാവേരി ടെമ്പിൾ. ഇത് നമ്മുടെ 3 ഫാമിലിയാണ് കാണുന്നത്. ഇതിൽ 3 ഫാമിലി ഉണ്ട്. അല്ല, ഡിസ്ക്രിപ്ഷനിലിടും ഓരോരാൾക്കാരുടെ പേര്. ഞങ്ങളിപ്പോ രാജാ സീറ്റിലാണ്. കൂർഗില് രാജാ സീറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടുത്തെ ഗാർഡൻ അട്രാക്ഷൻസ് ആണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടിരിക്കുന്നു. നല്ല രസമാണ് കാണാൻ. ഇവിടെയാണ് രാജാക്കന്മാർ കാറ്റ് കൊള്ളാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അല്ല, അങ്ങനല്ലേ? രാജാക്കന്മാർ ഇവിടെ വന്നിരിക്കുന്നതല്ലേ? അല്ലടോ? ആ, രാജാക്കന്മാർ താമസിച്ച സ്ഥലമാണ് അല്ലേ? ആ, അവരിവിടെ താമസിച്ച സ്ഥലമാണ്. അപ്പൊ അവർ താമസിച്ച വീടും കൊട്ടാരമൊന്നും ഇല്ല ഇപ്പൊ? ആ, അവരുടെ ശവകുടീരങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത് അല്ലേ? നല്ല രസമാണ് ഇവിടെ കാണാൻ കേട്ടോ. ഇത് കണ്ടില്ലേ? ഇതൊക്കെ വളരെ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓരോ നല്ല ഭംഗിയിൽ ഇത് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല ഇതാണ് ഇവിടുത്തെ താഴ്വര. മക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ സീറ്റിലെ വേറൊരു അട്രാക്ഷനാണ് ഫ്ലവേഴ്സ് കൊണ്ട് ചെയ്താണിത്. നല്ല രസമാണ് കാണാൻ. ഇവിടെ ഫ്ലവേഴ്സ് ഗാർഡനാണ് കൂടുതലായിട്ട് കാണുന്നത് ഈ രാജാ സീറ്റിൽ.